Theorem 24.1 Projection Theorem. Let H be a Hilbert space and let F be a non-empty closed subspace of H. Then H is equal to F plus orthogonal complement of F. Moreover, the double orthogonal complement of F is equal to F itself. Projection theorem പറയുന്നത് H എന്നൊരു ഹിൽബർട്ട് സ്പേസും അതിൻ്റെ ഒരു നോൺ എംറ്റി ക്ലോസ്ഡ് സബ്സ്പേസ് ആയ എഫും തന്നാൽ എച്ചിനെ നമുക്ക് എഫിൻ്റെയും അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റിൻ്റെയും സമ്മായിട്ട് എഴുതാം എന്നുള്ളതാണ്. എച്ച് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് പ്ലസ് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എഫ്? ദ കളക്ഷൻ ഓഫ് ഓൾ y plus z such that y element of f and z element of orthogonal complement of f. രണ്ട് സെറ്റുകളുടെ സമ്മിന്റെ ഡെഫിനിഷൻ അതാണ്. എഫിന്റെയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിന്റെയും സം എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദി ഫോം y plus z such that y belongs to the first set f and z belongs to the second set orthogonal complement of f. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ വൈ പ്ലസ് ഇസഡ് സച്ച് ദാറ്റ് വൈ എലമെന്റ് ഓഫ് എഫ് ആൻഡ് ഇസഡ് എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ആണെന്നാണ് പ്രൊജക്ഷൻ തിയറം പറയുന്നത്. അതായത് എച്ചിൽ നിന്ന് നമ്മൾ എക്സ് എന്നൊരു എലമെന്റ് എടുത്താൽ ആ എക്സിനെ നമുക്ക് വൈ പ്ലസ് ഇസഡ് എന്ന രൂപത്തിൽ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. ഫോർ സം വൈ ബിലോങ്സ് ടു എഫ് ആൻഡ് സം ഇസഡ് ബിലോങ്സ് ടു ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ഇതാണ് പ്രൊജക്ഷൻ തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത്. മോർ ഓവർ ദ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ്. സെക്കൻഡ് പാർട്ട് പറയുന്നത് എഫിന്റെ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എഫിന് തുല്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഏതൊരു സെറ്റിന്റെയും ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുമെന്ന്. അതായത് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ആയിരിക്കും. എഫ് ഏത് സെറ്റ് ആയാലും എഫ് ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണെങ്കിൽ തിരിച്ചുള്ള ഇൻക്ലൂഷൻ കൂടി ഹോൾഡ് ചെയ്യുമെന്നാണ് തിയറം പറയുന്നത്. അതായത് എഫ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്ന് കൂടി കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്നാകും. അപ്പൊ ഇതാണ് തിയറത്തിന്റെ രണ്ട് ഭാഗങ്ങൾ. പ്രൂഫിലോട്ട് പോകാം. പ്രൂഫ്. ഈ തിയറം പ്രൂവ് ചെയ്യുന്നതിന് കഴിഞ്ഞ ചാപ്റ്ററിലെ രണ്ട് റിസൾട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് തിയറം 23.1c. തിയറം 23.1c പറയുന്നത് ലെറ്റ് എക്സ് ബി ആൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ലെറ്റ് എഫ് ബി എ സബ്സ്പേസ് ഓഫ് എക്സ് ആൻഡ് എക്സ് എലമെന്റ് ഓഫ് എക്സ്, ദെൻ y element of f is a best approximation from f to x if and only if x minus y is orthogonal to f. ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടുന്നത്. y എന്ന് പറയുന്നത് എഫിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എഫിന് ഓർത്തോഗണൽ ആയിരിക്കും. നമുക്ക് വേണ്ടുന്ന ഒരു റിസൾട്ട് അതാണ്. y എന്നത് എഫ് എന്ന സബ്സ്പേസിൽ നിന്നും എക്സിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ എക്സിന്റെയും വൈയുടെയും ഡിഫറൻസ് എഫുമായിട്ട് ഓർത്തോഗണൽ ആയിരിക്കും. വേണ്ടുന്ന ഒരു റിസൾട്ട് അതാണ്. മറ്റൊരു തിയറം 23.5 ആണ്. അത് കഴിഞ്ഞ ചാപ്റ്ററിലെ തന്നെ തിയറമാണ്. ലെറ്റ് ഇ ബി എ നോൺ എംറ്റി ക്ലോസ്ഡ് കോൺവെക്സ് സബ്സെറ്റ് ഓഫ് എ ഹിൽബർട്ട് സ്പേസ് എച്ച്. എച്ച് എന്ന ഹിൽബർട്ട് സ്പേസിന്റെ നോൺ എംറ്റി ആയ ക്ലോസ്ഡ് കോൺവെക്സ് സബ്സെറ്റ് ആണ് ഇ എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ then for each x element of H there exists a unique best approximation from E to X. അതായത് ബെസ്റ്റ് അപ്രോക്സിമേഷന്റെ എക്സിസ്റ്റൻസിനുള്ള ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ ആണിത്. ഒരു ഹിൽബർട്ട് സ്പേസും അതിന്റെ ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സബ്സെറ്റ് നോൺ എംറ്റി ക്ലോസ്ഡ് കോൺവെക്സ് സബ്സെറ്റും തന്നാൽ ആ സെറ്റിൽ നിന്നും എച്ചിലെ ഏത് എക്സിലേക്കും ഒരു യുണീക്ക് ബെസ്റ്റ് അപ്രോക്സിമേഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ഈ തിയറം പറയുന്നത്. ഈ രണ്ട് റിസൾട്ടും കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊജക്ഷൻ തിയറം പ്രൂവ് ചെയ്യാവുന്നതാണ്.
ഇനി പ്രൊജക്ഷൻ തിയറത്തിന്റെ പ്രൂഫിലേക്ക് പോകാം. ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ദാറ്റ് H is equal to F plus orthogonal complement of F. എച്ചിൽ നിന്നൊരു എലമെന്റ് എടുത്തിട്ട് അതിനെ എഫിലെ എലമെന്റിന്റെയും എഫ് ഓർത്തോഗണലിലെ എലമെന്റിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. എച്ചിൽ നിന്നൊരു എലമെന്റ് എടുക്കുന്നു. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എച്ച്. ഇവിടെ എച്ച് ഹിൽബർട്ട് സ്പേസ് ആണ്. എഫ് എന്ന് പറയുന്നത് എച്ചിന്റെ ഒരു സബ്സ്പേസാണ്. സബ്സ്പേസ് എന്ന് പറയുമ്പോൾ അത് കോൺവെക്സ് ആണ്. സോ എഫ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി ക്ലോസ്ഡ് കോൺവെക്സ് സബ്സെറ്റ് ആണ്. ആയതുകൊണ്ട് തിയറം 23.5 പ്രകാരം തീർച്ചയായിട്ടും എഫിൽ നിന്ന് എക്സിലേക്ക് ഈ എക്സിലേക്ക് ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ എക്സിസ്റ്റ് ചെയ്യും. അതിനെ വൈ എന്ന് എടുക്കുന്നു. ലെറ്റ് വൈ എലമെന്റ് ഓഫ് എഫ് ബി ദ യുണീക്ക് best approximation from F to X. അങ്ങനെ ഒന്ന് തീർച്ചയായിട്ടും എക്സിസ്റ്റ് ചെയ്യും തിയറം 23.5 പ്രകാരം. ഈ എക്സിന്റെയും വൈയുടെയും ഡിഫറൻസിനെ Z എന്ന് ഞാൻ വിളിക്കുന്നു. Right, Z equals x minus y. തിയറം 23.1c അനുസരിച്ച് x മൈനസ് y എന്ന് പറയുന്നത് എഫിനോട് ഓർത്തോഗണൽ ആയിരിക്കും. y എന്ന് പറയുന്നത് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ തിയറം 23.1c പ്രകാരം x മൈനസ് y എന്ന് പറയുന്നത് എഫിനോട് ഓർത്തോഗണൽ ആണ്. ഈ x മൈനസ് y ആണ് ഞാൻ z എന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ Z എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു എഫ് ആയിരിക്കും. Z ഈസ് ഓർത്തോഗണൽ ടു എഫ്. Z എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈക്ക് തുല്യമായതുകൊണ്ട് സിൻസ് Z ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ തിരിച്ചെനിക്ക് എക്സിനെ ഇങ്ങനെ എഴുതാം y പ്ലസ് Z. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു y പ്ലസ് Z വെയർ y എവിടുത്തെ എലമെന്റ് ആണ്? വെയർ y ഈസ് ആൻ എലമെന്റ് ഓഫ് എഫ്. ബെസ്റ്റ് അപ്രോക്സിമേഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു സെറ്റിൽ നിന്ന് എക്സിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് വൈ എങ്കിൽ ആ വൈ ആ സെറ്റിലെ എലമെന്റ് ആയിരിക്കണം. അപ്പോൾ വൈ എലമെന്റ് ഓഫ് എഫ് ആണ്. ആൻഡ് ഇസഡ് എവിടുത്തെ എലമെന്റാ? ഇസഡ് എഫിനോട് എഫ് എന്ന സെറ്റിനോട് ഓർത്തോഗണൽ ആണ്. ആയതുകൊണ്ട് ഒരു സെറ്റിനോട് ഓർത്തോഗണലായ എലമെന്റ് അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ മെമ്പർ ആണ്. ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ഡെഫിനിഷൻ പറയുന്നത് ആ സെറ്റിനോട് സെറ്റിലെ എല്ലാ എലമെന്റുകളോടും ഓർത്തോഗണൽ ആകുന്ന എലമെന്റുകളുടെ കളക്ഷൻ ആണ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. ഇസഡ് എഫിനോട് ഓർത്തോഗണൽ ആയതുകൊണ്ട് ഉടനെ നമുക്ക് പറയാം ഇസഡ് ബിലോങ്സ് ടു ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്ന്. സോ ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് വെയർ വൈ ഈസ് ആൻ എലമെന്റ് ഓഫ് എഫ് ആൻഡ് ഇസഡ് ഈസ് ആൻ എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ട് കിട്ടി. ദസ് എച്ച് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. എച്ചിലെ ഒരു എലമെന്റ് എക്സ് എന്ന് എടുത്താൽ ആ എക്സിനെ നമുക്ക് എഫിലെയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെയും രണ്ട് എലമെന്റുകളുടെ സമ്മായിട്ട് എഴുതാൻ കഴിയുന്നു. Therefore H is equal to F plus orthogonal complement of F. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം പ്രൂഫിന്റെ. To prove that double orthogonal complement of F is equal to F. ആദ്യം നമുക്ക് എഫ് ഈസ് എ സബ്സെറ്റ്, ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഓർത്തോഗണൽ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്നുള്ളത്. നേരത്തെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. ആദ്യം നമുക്കത് പ്രൂവ് ചെയ്യാം. എഫിൽ നിന്നൊരു എലമെന്റ് എടുക്കുന്നു. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ്. ദെൻ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഓർത്തോഗണൽ കോംപ്ലിമെന്റിൽ ഉള്ളവരെല്ലാം എക്സുമായി ഓർത്തോഗണൽ ആയിരിക്കും. എക്സുമായി ഉള്ള ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും അവർക്ക്. ദെൻ ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ഈക്വൽ 0. ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ഈക്വൽ 0 അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് എക്സ് ഈക്വൽ 0 എങ്ങനെയും പറയാം. ഫോർ ഓൾ ഇസഡ് എലമെന്റ് ഓഫ്
ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ഓർത്തോഗണൽ കോംപ്ലിമെന്റിലുള്ളവർ സെറ്റിലുള്ളവരുമായി ഓർത്തോഗണൽ ആയിരിക്കും. ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ ഒരു എലമെന്റിന്റെയും സെറ്റിലെ എലമെന്റിന്റെയും ഇന്നർ പ്രോഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഡെഫിനിഷൻ അനുസരിച്ച്. അപ്പോൾ എക്സ് നമ്മൾ എഫിലെ എലമെന്റ് ആയിട്ട് എടുത്താൽ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലുള്ള ഏത് ഇസഡുമായി എക്സിനുള്ള ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ ഇസഡ് എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. അപ്പോൾ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു എലമെന്റ് വേറൊരു സെറ്റിലുള്ള എല്ലാവരുമായിട്ട് ഓർത്തോഗണൽ ആണെങ്കിൽ ഇതിന്റെ അർത്ഥം എക്സ് ഈസ് ഓർത്തോഗണൽ ടു ഇസഡ് എന്നാണ്. ഫോർ ഓൾ ഇസഡ് എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റുകളുമായി എക്സ് ഓർത്തോഗണലാണ്. എക്സ് ഒരു സെറ്റിലുള്ള എല്ലാവരുമായി ഓർത്തോഗണൽ ആണ് എന്ന് പറയുമ്പോൾ എക്സ് ആ സെറ്റിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ മെമ്പർ ആയിരിക്കും. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ മെമ്പർ ആയിരിക്കും. നമ്മുടെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടല്ലോ. ഇന്നർ പ്രോഡക്റ്റ് വൈ എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഇ എന്ന് കണ്ടാൽ ഉടനെ നമുക്ക് പറയാം ദിസ് വൈ ഇസ് ആൻ എലമെന്റ് ഓഫ് ഇവിടെ വന്നേക്കുന്ന സെറ്റിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. വൈ എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. വൈ ഈസ് ഓർത്തോഗണൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഇ. അത് തന്നെയാണ് ഇന്നർ പ്രോഡക്റ്റ് വൈ എക്സ് ഈക്വൽ 0 എന്നുള്ളത്. അങ്ങനെയല്ല, ഒരു സെറ്റിലുള്ള എല്ലാവരുമായി ഓർത്തോഗണൽ ആകുന്ന ആള് ആ സെറ്റിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലോട്ട് പോകും. അപ്പൊ ഇവിടെ നമ്മൾ തിയറത്തിൽ ഈ ഇ ആയിട്ട് ആരെ കാണുക? ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിനെ കാണുക. അപ്പോൾ എക്സ് ഈസ് ഓർത്തോഗണൽ ടു ഇസഡ് ഫോർ ഓൾ ഇസഡ് എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്നാണ്. അപ്പോൾ നമ്മളുടെ ഈ എക്സ് എന്ന് പറയുന്നത് ആ സെറ്റിന്റെ എഫ് ഓർത്തോഗണൽ എന്ന സെറ്റിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ മെമ്പർ ആവും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. അപ്പൊ നമ്മൾ എഫിൽ നിന്ന് ഒരു എക്സ് എടുത്താൽ ആ എക്സ് എഫിന്റെ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റിൽ ഉണ്ട് എന്ന് കിട്ടുന്നു. ദസ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ദിസ് ഈസ് ഇൻക്ലൂഷൻ 1. ഇനി തിരിച്ചും കൂടി പ്രൂവ് ചെയ്യണം. ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് is a subset of f എന്നൂടെ പ്രൂവ് ചെയ്യണം. അതിനെ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ഈ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അത് എച്ചിന്റെ ഒരു സബ്സെറ്റ് ആണ്. എച്ച് ആണ് നമ്മുടെ ഇവിടുത്തെ സ്പേസ്, ഹിൽബർട്ട് സ്പേസ്. എഫ് എച്ചിന്റെ സബ്സെറ്റ് ആണ്. എഫ് ഓർത്തോഗണലും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫും ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫും ഒക്കെ എച്ചിന്റെ സബ്സെറ്റുകളാണ്. ആയതുകൊണ്ട് ഈ എക്സ് എച്ചിലെ എലമെന്റ് ആയിരിക്കും തീർച്ചയായിട്ടും. ദെൻ എക്സ് എലമെന്റ് ഓഫ് എച്ച്. അപ്പോൾ നമ്മുടെ ഈ തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ട് അനുസരിച്ച് എക്സിനെ വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് ഫോർ some y element of f and z element of ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. പ്രൊജക്ഷൻ തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ മേളിൽ പ്രൂവ് ചെയ്തതാണ്. അതനുസരിച്ച് എച്ചിലെ ഏത് എലമെന്റിനെയും നമുക്ക് y പ്ലസ് z എന്ന് എഴുതാം. വെയർ y ബിലോങ്സ് ടു എഫ് ആൻഡ് z ബിലോങ്സ് ടു ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ബട്ട് ഇവിടെ നമുക്ക് എഫിനകത്തെ എലമെന്റ് ആണ് വൈ. വൈ എഫിലെ എലമെന്റാണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എഫിലുള്ളവരെല്ലാം ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിൽ ഉണ്ടാകുമെന്ന്. എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. അപ്പൊ എഫിലുള്ള ഒരാളെ കണ്ടാൽ അയാൾ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെ മെമ്പർ ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എഴുതാം. ബട്ട് വൈ എലമെന്റ് ഓഫ് എഫ് ഇംപ്ലൈസ് വൈ എലമെന്റ് ഓഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. റീസൺ because f is contained in double orthogonal complement of f.
നമ്മുടെ ഇൻക്ലൂഷൻ 1 അനുസരിച്ച് y ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ എലമെന്റ് ആവും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റിനകത്തെ 2 എലമെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. y ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിനകത്തുണ്ട്, എക്സും ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലുണ്ട്. ഒന്നുകൂടെ എടുത്ത് എഴുതാം. Thus x is an element of double orthogonal complement of f and y is an element of double orthogonal complement of f. എക്സും വൈയും അതിനകത്തുണ്ടെങ്കിൽ അവരുടെ ഏത് ലിനിയർ കോമ്പിനേഷനും അതിലുണ്ടാവും. കാരണം ഓർത്തോഗണൽ കോംപ്ലിമെന്റുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സബ്സ്പേസുകളാണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ആദ്യം പറഞ്ഞതാ. അപ്പോൾ ഏതൊരു സെറ്റിന്റെയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സബ്സ്പേസ് ആണ്. അപ്പോൾ എഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്ന് പറയുന്നതും ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ സബ്സ്പേസ് ആയതുകൊണ്ട് അതിനകത്തുള്ള എലമെന്റുകളുടെ ലിനിയർ കോമ്പിനേഷനും അതിലുണ്ടാവും. എക്സും വൈയും അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഡിഫറൻസും അതിലുണ്ടാവും. എക്സ് മൈനസ് വൈയും ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ എലമെന്റ് ആയിരിക്കും. അതിന്റെ റീസൺ ബിക്കോസ് ദിസ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ഈസ് എ സബ്സ്പേസ് ഓഫ് എച്ച്. സബ്സ്പേസ് ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇസഡിന് തുല്യമാണ്. എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് ആണ്. അപ്പോൾ തിരിച്ച് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇസഡ് ആണ്. ദിസ് ഇംപ്ലൈസ് ഇസഡ് ഈസ് ആൻ എലമെന്റ് ഓഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ഇസഡ് ഈക്വൽസ് എക്സ് മൈനസ് വൈ ആണ്, ബിക്കോസ് ഇസഡ് ഈക്വൽസ് എക്സ് മൈനസ് വൈ. ഇപ്പൊ ഇവിടെ നമ്മൾ ഇസഡിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയിരുന്നു ഇസഡ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെ എലമെന്റ് ആണ്. ഇപ്പോൾ കിട്ടുന്നു അതേ ഇസഡ് തന്നെ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലും ഉണ്ട്. എടുത്തെഴുതാം. ദസ് ഇസഡ് എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ആൻഡ് ഇസഡ് എലമെന്റ് ഓഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. രണ്ട് സെറ്റിലും ഉണ്ടെങ്കിൽ അവരുടെ ഇന്റർസെക്ഷനിൽ ഉണ്ടാവും. സോ ദിസ് ഇംപ്ലൈസ് ഇസഡ് ഈസ് ആൻ എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ഒരു സെറ്റിന്റെയും അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് 0 ആയിരിക്കും. ആ സെറ്റ് ഒരു സബ്സ്പേസ് ആണെങ്കിൽ. നമ്മൾ നേരത്തെ അതും പ്രോപ്പർട്ടി പഠിച്ചതാ. ഇവിടെ ഈ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ്. അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഈ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന സെറ്റിന്റെയും അതിന്റെ ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ ആയത് എപ്പോഴും ഒരു സബ്സ്പേസിന്റെയും അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇസഡ് എലമെന്റ് ഓഫ് സെറ്റ് 0 എന്ന് കിട്ടുന്നു. ഇസഡ് എലമെന്റ് ഓഫ് സെറ്റ് 0 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഇസഡ് സെറ്റ് 0 എന്ന് പറയുമ്പോൾ സെറ്റ് 0 ആകെ 0 മാത്രമേ ഉള്ളത്. സോ ഇസഡ് ഈക്വൽ 0 ആവും. ദാറ്റ് ഇംപ്ലൈസ് z എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഇസഡ് ആണ് ഇവിടെ നിന്ന്. സോ ഇസഡ് ഈക്വൽ 0 ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ഈക്വൽ 0. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. എക്സും വൈയും ഒന്ന് തന്നെയാണ്. ഈ വൈ എവിടുത്തെ എലമെന്റാ? നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചേക്കുന്നത് വൈ എലമെന്റ് ഓഫ് എഫ് എന്നാണ്. സോ എക്സ് ഈക്വൽസ് വൈ എന്ന് കിട്ടി. ആൻഡ് വി നോ ദാറ്റ് വൈ ഈസ് ആൻ എലമെന്റ് ഓഫ് എഫ്. സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് എഫ്. എന്തായിരുന്നു നമ്മുടെ ലക്ഷ്യം? ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എഫിന്റെ സബ്സെറ്റ് ആണ് കാണിക്കുക എന്നുള്ളതായിരുന്നു. ഇൻക്ലൂഷൻ 1ന്റെ റിവേഴ്സ് ഇൻക്ലൂഷൻ പ്രൂവ് ചെയ്യായിരുന്നു വേണ്ടുന്നത്. എഫ് ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്നതിൽ നിന്ന് നമ്മൾ ഒരു എക്സ് എടുത്തു. ഇവിടെ അവസാനം കിട്ടുന്നു ആ എക്സ് എഫിലുണ്ടെന്ന്. അപ്പോൾ എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ്. ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഇൻക്ലൂഷൻ 2. സോ ഫ്രം 1 and 2 ഡബിൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. അതാണ് പ്രൊജക്ഷൻ തിയറം. പ്രൊജക്ഷൻ തിയറം പ്രകാരം എച്ചിൽ നിന്ന് ഏത് എക്സ് എടുത്താലും ആ എക്സിനെ നമുക്ക് വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. വെയർ വൈ എലമെന്റ് ഓഫ് എഫും ഇസഡ് എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫും ആകത്തക്ക രീതിയിൽ.
ഈ റെപ്രസെന്റേഷൻ എക്സിനെ എഫിലെയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെയും എലമെന്റുകളുടെ സമ്മായിട്ട് എഴുതുന്ന ഈ റെപ്രസെന്റേഷൻ യുണീക്ക് ആണ്. ഒരേ ഒരു രീതി മാത്രമേ ഇതിനെ എഴുതാൻ പറ്റത്തുള്ളൂ. വേറൊരു വൈയുടെയും വേറൊരു ഇസഡിന്റെയും സമ്മായിട്ട് ഈ എക്സിനെ സെയിം എക്സിനെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഈ റെപ്രസെന്റേഷനിലെ വൈയും ഇസഡും യുണീക്ക് ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വേറൊരു റെപ്രസെന്റേഷൻ കൂടി ഉണ്ടെന്നിരിക്കട്ടെ. ഇതേ എക്സിനെ നമുക്ക് ഒരു y1 പ്ലസ് z1 എന്നും കൂടി എഴുതാൻ പറ്റുമെന്നിരിക്കട്ടെ. വേറൊരു y1 പ്ലസ് z1, വേർ y1 എലമെന്റ് ഓഫ് എഫ്, z1 എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. റെപ്രസെന്റേഷൻ യുണീക്ക് ആണെന്ന് കാണിക്കാൻ y ഈക്വൽസ് y1 എന്ന് കാണിക്കണം, z ഈക്വൽസ് z1 എന്നും കാണിക്കണം. എക്സ് ആസ് ദ സം ഓഫ് y ആൻഡ് z എന്നത് യുണീക്ക് ആണെന്ന് കാണിക്കാൻ y ഈക്വൽസ് y1 എന്നും z ഈക്വൽസ് z1 എന്നും പ്രൂവ് ചെയ്യണം. അതിന് ഒരേ എക്സിനെയാണ് നമ്മൾ രണ്ട് റെപ്രസെന്റേഷൻ കൊടുത്തേക്കുന്നത്. എക്സിനെ y പ്ലസ് z എന്നെടുത്തു, അതേ എക്സിനെ തന്നെ y1 പ്ലസ് z1 എന്നും എടുത്തു. സോ ഇത് രണ്ടും ഒന്ന് ഈക്വൽ ആയിരിക്കണം. y പ്ലസ് z ഈസ് ഈക്വൽ ടു y1 പ്ലസ് z1 ആണ്. ബോത്ത് റെപ്രസെന്റ്സ് ദ സെയിം വെക്ടർ x. ദിസ് ഇംപ്ലൈസ് y മൈനസ് y1 ഈക്വൽസ് z1 മൈനസ് z. ഇതിന്റെ റൈറ്റ് സൈഡ്, ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് നോക്കിയാൽ z1 മൈനസ് z എന്ന് പറയുന്നത് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെ എലമെന്റാണ്. z ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെ എലമെന്റാണ്. z1 അതിലെ എലമെന്റാണ്. ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു സബ്സ്പേസ് ആണ്. അപ്പൊ z മൈനസ് z1 ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെ എലമെന്റാണ്. ഈ റൈറ്റ് സൈഡ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെ എലമെന്റാണ്. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ y മൈനസ് y1, y എഫിലെ എലമെന്റ് ആണ്, y1 എഫിലെ എലമെന്റ് ആണ് എന്ന് പറയുമ്പോൾ അവരുടെ ഡിഫറൻസ് എഫിലെ എലമെന്റ് ആണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഈക്വലുമാണ് എന്ന് പറയുമ്പോൾ ഈ എലമെന്റ് y മൈനസ് y1 എന്ന് പറയുന്ന എലമെന്റ് അഥവാ z1 മൈനസ് z1 എന്ന് പറയുന്ന z1 മൈനസ് z എന്ന് പറയുന്ന എലമെന്റ് എഫിലും ഉണ്ട്. അത് ഇതിനോട് ഈക്വൽ ആയതുകൊണ്ട് അയാൾ എഫിലുണ്ട്. കൂടാതെ അത് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ദിസ് ബിലോങ്സ് ടു ദ ഇന്റർസെക്ഷൻ ഓഫ് എഫ് ആൻഡ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. z1 മൈനസ് z തീർച്ചയായും ഓർത്തോഗണൽ കോംപ്ലിമെന്റിലുണ്ട്. അത് y മൈനസ് y1നോട് ഈക്വൽ ആയതുകൊണ്ട് എഫിലുമുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റർസെക്ഷനിലുണ്ട്. പക്ഷേ ഇവരുടെ ഇന്റർസെക്ഷൻ എഫ് ഒരു സബ്സ്പേസ് ആയതുകൊണ്ട് ഇവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ y മൈനസ് y1 വിച്ച് ഇസ് ഈക്വൽ ടു z1 മൈനസ് z is an element of set 0. സെറ്റ് 0 എലമെന്റ് എന്ന് പറയുമ്പോൾ അത് 0യോട് ഈക്വൽ ആവണം. സെറ്റ് 0യിൽ ആകെയുള്ളത് 0 മാത്രമാണ്. So this implies y minus y1 equals z1 minus z is equal to 0. Implies both y minus y1 and z1 minus z are equal to 0. y minus y1 equals 0 യിൽ നിന്ന് നമുക്ക് y equals y1 എന്ന് കിട്ടും. And z1 minus z equals 0 യിൽ നിന്ന് z1 equals z എന്നും കിട്ടും. അപ്പോൾ z1 ഉം z ഉം സെയിം ആണ്, y1 ഉം y ഉം സെയിം ആണ്. Therefore this representation is unique. This y and z are unique. അതുകൊണ്ട് തന്നെ നമുക്ക് എച്ചിനെ എഫിൻ്റെയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിൻ്റെയും സമ്മായിട്ട് എഴുതുമ്പോൾ ആ സമ്മിനെ നമുക്ക് ഡയറക്റ്റ് സം എന്ന് പറയാം. യുണീക്ക് റെപ്രസെന്റേഷൻ ആകുമ്പോൾ ഈ സമ്മിനെ നമുക്ക് ഡയറക്റ്റ് സം നോട്ടേഷനിൽ എഴുതാവുന്നതാണ്, ഇങ്ങനെ പറയാവുന്നതാണ്. എച്ച് ഈസ് ദ ഡയറക്റ്റ് സം ഓഫ് എഫ് ആൻഡ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്ന് പറയാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനെ പ്രൊജക്ഷൻ തിയറം എന്നാണ് വിളിച്ചത്. എന്തുകൊണ്ടാണ് ആ പ്രൊജക്ഷൻ തിയറം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്? ഈ തിയറത്തിന് പ്രൊജക്ഷൻ തിയറം എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണ് എന്നറിയാൻ വേണ്ടി ഫോർ എക്സ് എലമെന്റ് ഓഫ് എച്ച് there is some y in f and z in orthogonal complement of f such that x is equal to y plus z. ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. where y element of f and z element of orthogonal complement of f. y യുണീക്ക് ആണെന്നും കണ്ടു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മാപ്പ്, ഒരു ഫംഗ്ഷൻ പ്രൊജക്ഷൻ മാപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് പി എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. വി ഡിഫൈൻ എ മാപ്പ് പി ഫ്രം എച്ച് ടു എഫ്. എച്ചിൽ നിന്ന് എഫിലേക്ക് പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു ബൈ പി ഓഫ് എക്സ്
is equal to y. നമ്മളിപ്പോൾ പറഞ്ഞു എച്ചിൽ നിന്ന് ഏത് എക്സ് എടുത്താലും നമുക്കൊരു യുണീക്ക് y കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് ആകത്തക്ക രീതിയിൽ. അപ്പോൾ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് y കിട്ടും. അപ്പോൾ ഒരു ഫംഗ്ഷൻ അവിടെ ഫോം ചെയ്യാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന്. ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്, കാരണം y എന്ന് പറയുന്നത് യുണീക്ക് ആയതുകൊണ്ട്. ആദ്യം ഇതൊരു ലീനിയർ മാപ്പാന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. പി ഈസ് ലീനിയർ. പ്രൊജക്ഷൻ മാപ്പാണെന്ന് കാണിക്കാൻ പോവാണ്. അതിനെ ആദ്യം ലീനിയർ എന്ന് കാണിക്കണം. ലീനിയർ എന്ന് കാണിക്കാൻ വേണ്ടി എച്ചിൽ നിന്ന് 2 എലമെന്റുകൾ എടുക്കുക. ലെറ്റ് x1, x2 എലമെന്റ് ഓഫ് എച്ച്. ഉടനെ നമുക്ക് പ്രൊജക്ഷൻ തിയറം പ്രകാരം x1നെ നമുക്ക് y1 പ്ലസ് z1 എന്ന് എഴുതാം. where y1 element of f and z1 element of orthogonal complement of f, and x2 can be written as y2 plus z2. Similarly, y2 belongs to f and z2 belongs to orthogonal complement of f. എന്നിട്ട് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കണം. അതിനുവേണ്ടി ലെറ്റ് k1, k2 എലമെന്റ് ഓഫ് k. p ലീനിയർ ആണെന്ന് കാണിക്കണം. Then p of k1 x1 plus k2 x2 is equal to, definition അനുസരിച്ച് p of k1 x1 plus k2 x2 എന്ന് പറയുന്നത് y1 plus y2 ആയിരിക്കും. k1 y1 plus k2 y2 ആയിരിക്കും. This is equal to k1 y1 plus k2 y2. That is equal to k1 into y1ന് പകരം നമുക്ക് p of x1 എന്ന് എഴുതാം. പ്ലസ് y2ന് പകരം p of x2 എന്ന് എഴുതാം. അപ്പോൾ p of k1 x1 plus k2 x2 is equal to k1 into p of x1 plus k2 into p of x2 എന്ന് കിട്ടുന്നു. Thus p is linear. നമ്മൾ എങ്ങനെയാ p ഡിഫൈൻ ചെയ്തേക്കുന്നത്? p of x കിട്ടാൻ എന്ത് ചെയ്യണം? xന്റെ y പ്ലസ് z എന്ന് പറയുന്ന റെപ്രസെന്റേഷനിലെ y ആണ് അതിന്റെ ഇമേജ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾക്ക് k1 x1 പ്ലസ് k2 x2ന്റെ ഇമേജ് കിട്ടാൻ ആ റെപ്രസെന്റേഷൻ എന്താ നോക്കണം. k1 x1 എന്ന് പറഞ്ഞാൽ ഇതിനെ k1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് k1 y1 പ്ലസ് k1 z1, അതാ k1 x1. അതേ പ്ലസ് k2 x2 എന്നുള്ളത് k2 y2 പ്ലസ് k2 z2 എന്ന് വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം k1 y1 പ്ലസ് k2 y2. ഇത്രയും എഫിലെ എലമെന്റാ. എഫ് ഒരു സബ്സ്പേസാ. y1ഉം y2 എഫിലുള്ളത് കൊണ്ട് അവരുടെ ലിനിയർ കോമ്പിനേഷൻ എഫിലുണ്ടാവും. പ്ലസ് k1 z1 പ്ലസ് k2 z2. ഇത് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെ എലമെന്റാ. ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് സബ്സ്പേസ് ആണ്. z1 z2 അതിലുള്ളതാ. അതുകൊണ്ട് അവരുടെ ലിനിയർ കോമ്പിനേഷനും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലുണ്ടാവും. അപ്പോൾ ഈ k1 x1 പ്ലസ് k2 x2 എന്നതിന്റെ y പ്ലസ് z എന്ന് പറയുന്ന രൂപം ഇതാണ്. അപ്പോൾ അതിന്റെ p ഇമേജ് p ഓഫ് എന്ന് എടുക്കുമ്പോൾ അതിന്റെ y-ലോട്ടാണ് മാപ്പ് ചെയ്യേണ്ടത്. ഇവിടെ y ആയിട്ട് വരുന്നത് k1 y1 പ്ലസ് k2 y2 ആണ്. അപ്പോൾ അതിന്റെ ഇമേജ് അതാണ്. p ഓഫ് k1 x1 പ്ലസ് k2 x2 is equal to k1 y1 പ്ലസ് k2 y2, which is equal to k1 into p of x1 പ്ലസ് k2 into p of x2. Therefore p is linear. അടുത്ത നമുക്ക് ഈ p എന്ന് പറയുന്നത് പ്രൊജക്ഷൻ മാപ്പാണെന്ന് പ്രൂവ് ചെയ്യാം. പ്രൊജക്ഷൻ മാപ്പ് എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ഈക്വൽസ് പി ആകുന്ന ലീനിയർ മാപ്പാണ്. പി സ്ക്വയർ ഈക്വൽസ് പി ആന്ന് കാണിച്ചാൽ ഇത് പ്രൊജക്ഷൻ മാപ്പാണെന്ന് പറയാം. ടു പ്രൂവ് ദാറ്റ് പി ഈസ് എ പ്രൊജക്ഷൻ, അതായത് പി സ്ക്വയർ ഈക്വൽസ് പി. പി സ്ക്വയർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് കിട്ടണം ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എച്ച്. ഉടനെ ഓർത്തോണം എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് ആണ്. വേർ വൈ എലമെന്റ് ഓഫ് എഫ് ആണ്, സെഡ് എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ആണ്. നമുക്ക് പി സ്ക്വയർ ഓഫ് എക്സ് കാണണം. പി സ്ക്വയർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഡെഫിനിഷൻ അനുസരിച്ച് അത് പി ഓഫ് എക്സ് എന്നാണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡിലെ വൈ ആണ്. സോ അതിനെ പി ഓഫ് വൈ എന്ന് എഴുതാം. വീണ്ടും ഏത് എലമെന്റിന്റെയും പി ഇമേജ് കിട്ടാൻ അതിന്റെ വൈ പ്ലസ് സെഡ് എന്ന രൂപം നോക്കണം. വൈയെ നമുക്ക് വൈ പ്ലസ് 0 ആയിട്ട് കാണാം. വേർ വൈ എലമെന്റ് ഓഫ് എഫ് എന്നും 0 എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്നും. വൈയുടെ റെപ്രസെന്റേഷൻ അങ്ങനെയാണ്. സോ പി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ പി ഓഫ് വൈ പ്ലസ് 0 ആണ്. അപ്പോൾ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് വൈ തന്നെയാണ്. പി ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് തന്നെ വരും. വീണ്ടും തിരിച്ച് വൈയെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് എഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ്.
പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ റെപ്രസെന്റേഷനിലെ എഫിലെ എലമെന്റ് ആണ്, ദറ്റ് ഈസ് വൈ. പി ഓഫ് വൈ എന്ന് പറയുമ്പോൾ വൈയുടെ റെപ്രസെന്റേഷനിലെ വൈയെ നമുക്ക് രണ്ട് എലമെന്റുകളുടെ സമ്മായിട്ട് എഴുതണം. എഫിലെയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെയും എലമെന്റുകളുടെ സമ്മായിട്ട് എഴുതുമ്പോൾ ആരാണോ എഫിലെ എലമെന്റായി വന്നിരിക്കുന്നത് അതാണ് ഇമേജ്, പി ഇമേജ്. ഇപ്പൊ പി ഓഫ് വൈ ഇവിടെ നമുക്ക് പറയാം പി ഓഫ് വൈ എന്ന് പറയുന്നത് വൈ ആണെന്ന്. ഈ റെപ്രസെന്റേഷൻ എന്ന് പറയാം പി ഓഫ് എക്സ് എന്ന് പറയുന്നതും വൈ ആണ്. അപ്പൊ പി ഓഫ് എക്സിന് ഇവിടെ പി ഓഫ് എക്സിന് നമ്മൾ വൈ എന്ന് കൊടുത്തു, പി ഓഫ് വൈ, എന്നിട്ട് പി ഓഫ് വൈ കണ്ടുപിടിക്കുമ്പോൾ അതും വൈ തന്നെയാണ് കിട്ടുന്നത്. എന്നിട്ട് വൈക്ക് തിരിച്ച് പി ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടുന്നു? പി സ്ക്വയർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് കിട്ടുന്നു ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ദാറ്റ് ഇംപ്ലൈസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി. സോ പി ഈസ് എ പ്രൊജക്ഷൻ മാപ്പ്. പി ഒരു ലിനിയർ മാപ്പ് ആയിരുന്നു. പി സ്ക്വയർ ഈക്വൽസ് പി എന്ന് കൂടി കിട്ടി. ദസ് P is a projection map. കൂടാതെ ഈ പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവ് മാപ്പാണ്, പി ഓൺ ടു മാപ്പാണ്. ടു പ്രൂവ് ദാറ്റ് പി ഈസ് ഓൺ ടു, നമ്മൾ പി ഡിഫൈൻ ചെയ്തത് എച്ചിൽ നിന്ന് എഫിലേക്കാണ്. അപ്പോൾ ഇത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എഫിലെ ഏത് എലമെന്റ് എടുത്താലും അതിൻ്റെ ഒരു പ്രീ ഇമേജ് എച്ചിൽ കിട്ടണം. എഫിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക, കൺസിഡർ വൈ എലമെന്റ് ഓഫ് എഫ്. ദെൻ നമുക്ക് വൈയെ വൈ പ്ലസ് 0 എന്ന് കാണാം. ഈ വൈ തന്നെ എച്ചിലെ എലമെന്റായി കാണാം. വൈയെ വൈ പ്ലസ് 0 എന്ന് കണ്ടുകൊണ്ട് പി ഓഫ് വൈ എടുക്കുമ്പോൾ പി ഓഫ് വൈ ഇസ് ഈക്വൽ ടു പി ഓഫ് വൈ പ്ലസ് 0 എന്നുള്ളത് വൈ എന്ന് തന്നെ ആകും. അപ്പോൾ എഫിൽ നിന്ന് നമ്മളൊരു വൈ എടുത്താൽ ആ വൈക്ക് എഫിൽ നിന്ന് ഒരു വൈ എടുത്താൽ അതിനൊരു പ്രീ ഇമേജ് നമുക്ക് എച്ചിനകത്ത് കിട്ടും. ഇങ്ങോട്ടൊരു പ്രീ ഇമേജ് കിട്ടും. ആ പ്രീ ഇമേജ് ആയിട്ട് വരുന്നത് വൈ പ്ലസ് 0 ആണ്, അതായത് വൈ തന്നെയാണ്. അതിൽ പി എന്ന മാപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പി ഓഫ് വൈ പ്ലസ് 0 എന്ന് പറയുന്നത് ഡെഫിനിഷൻ പ്രകാരം വൈ ആണ് വരുന്നത്. അപ്പോൾ എഫിനകത്ത് നിങ്ങൾ ഏത് വൈ എടുത്താലും അതിൻ്റെ ഒരു പ്രീ ഇമേജ് എച്ചിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് തന്നെയാണ് വൈ പ്ലസ് 0 ഈക്വൽസ് വൈ തന്നെയാണ് ആ പ്രീ ഇമേജ്. such that p of y equals y. Therefore, p is on to. Therefore, p is on to. p on to ആയതുകൊണ്ട് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് p എന്ന് പറയുന്നത് കോഡൊമൈൻ തന്നെയായിരിക്കും. ഓൺ ടു മാപ്പ് സബ്ജക്റ്റീവ് മാപ്പ് ആകുമ്പോൾ മാപ്പിന്റെ റേഞ്ച് സ്പേസ് എന്ന് പറയുന്നത് അതിന്റെ കോഡൊമൈൻ തന്നെയാണ്. എച്ചിൽ നിന്ന് എഫിലേക്കുള്ള മാപ്പാണ് പി, അത് ഓൺ ടു ആണ്. ആയതുകൊണ്ട് റേഞ്ച് ഓഫ് പി ഈസ് ഈക്വൽ ടു എഫ് ആണ്. ഇനി ഇതിന്റെ സീറോ സ്പേസിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൂടെ നോക്കാം. സീറോ സ്പേസ് എന്ന് പറയുന്നത് ടു പ്രൂവ് ദാറ്റ് ദ സീറോ സ്പേസ് ഓഫ് പി ഈസ് ഈക്വൽ ടു ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. എന്താണ് സീറോ സ്പേസിന്റെ ഡെഫിനിഷൻ? സീറോ സ്പേസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ ദ ഡൊമൈൻ, ദ കളക്ഷൻ ഓഫ് ഓൾ എക്സ് ഇൻ ദ ഡൊമൈൻ എച്ച് such that the image of x is equal to 0. സീറോയിലേക്ക് മാപ്പ്, ഡൊമൈനിലെ ആരെയൊക്കെയാണോ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നത് അവരുടെ കളക്ഷനാണ് സീറോ സ്പേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. എക്സിനെ വൈ പ്ലസ് സെഡ് എന്ന് എഴുതാം. എച്ചിലുള്ള ഏത് എക്സ് എടുത്താലും അതിനൊരു റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, വൈ പ്ലസ് സെഡ് എന്ന്. സോ കളക്ഷൻ ഓഫ് ഓൾ വൈ പ്ലസ് സെഡ് ഇൻ എച്ച് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് എന്നുള്ളതിനെ വൈ എന്ന് എഴുതാം. എക്സിനെ വൈ പ്ലസ് സെഡ് എന്ന് എടുത്താൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്ന് എടുത്താൽ വേർ വൈ എലമെന്റ് ഓഫ് എഫ് ആയിരിക്കണം ആകത്തക്ക രീതിയിൽ, ഇസഡ് എലമെന്റ് ഓഫ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്ന രീതിയിൽ റെപ്രസെന്റേഷൻ എടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് വൈ, യുണീക്ക് വൈ ആണ്. സോ പി ഓഫ് എക്സിന് പകരം വൈ എന്ന് എഴുതാം, വൈ ഈക്വൽ 0. അപ്പോൾ ഇതെന്താവും? കളക്ഷൻ ഓഫ് ഓൾ 0 പ്ലസ് സെഡ് ഇൻ എച്ച് എന്നാകും. എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ സെഡ് ഇൻ എച്ച് എന്നാകും. ഇസഡ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലമെന്റാ? ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫിലെ എലമെന്റാ. അപ്പോൾ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലുള്ള ഇസഡുകളെല്ലാം കൂടെ കളക്ട് ചെയ്യുന്നതാണ് സീറോ സ്പേസ്. ദിസ് ഈസ് ഈക്വൽ ടു ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. ഇസഡുകളുടെ കംപ്ലീറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. വൈകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എഫ്. ഇസഡുകളുടെ കളക്ഷൻ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. സോ കളക്ഷൻ ഓഫ് ഓൾ 0 പ്ലസ് സെഡ് എന്നാകും. 0 പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് തന്നെ ആകും. കളക്ഷൻ ഓഫ് ഓൾ ഇസഡ് ഇൻ എച്ച് വിച്ച് ഈസ് ദ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ്. അപ്പോൾ എന്തൊക്കെ കിട്ടി ഇവിടെ? നമ്മൾ ആദ്യം പ്രൊജക്ഷൻ തിയറത്തിൽ കിട്ടിയിരുന്നു എച്ച് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് ആണെന്ന്.
പിന്നെ ഇത് യുണീക്ക് റെപ്രസെൻറ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് സമ്മാനം നമ്മൾ കണ്ടു. കൂടാതെ ഈ എഫ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് പി ആണെന്ന് കണ്ടു. പി പ്രൊജക്ഷൻ മാപ്പാണ്, അതിൽ എഫ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് പി ആണെന്നും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് സീറോ സ്പേസ് ഓഫ് പി ആണെന്നും കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എച്ചിനെ റേഞ്ച് ഓഫ് പിയുടെയും ഇസഡ് ഓഫ് പിയുടെയും ഡയറക്റ്റ് സം ആയിട്ട് എഴുതാം. കൂടാതെ റേഞ്ച് ഓഫ് പി എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു ഇസഡ് ഓഫ് പി ആണ്. എന്താ കാര്യം? റേഞ്ച് ഓഫ് പി എന്ന് പറഞ്ഞാൽ എഫ് ആണ്, ഇസഡ് ഓഫ് പി എന്ന് പറഞ്ഞാൽ സീറോ സ്പേസ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് എഫും ആണ്. ഇവര് പരസ്പരം ഓർത്തോഗണൽ ആണ്. എഫ് എന്ന സെറ്റിലുള്ളവരെല്ലാം ഓർത്തോഗണൽ കോംപ്ലിമെന്റിലുള്ള സെറ്റിലെ എലമെന്റുകളോട് ഓർത്തോഗണൽ ആണ്. ആയതുകൊണ്ട് റേഞ്ച് ഓഫ് പി ഈസ് ഓർത്തോഗണൽ ടു ഇസഡ് ഓഫ് പി എന്നും പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു പി എന്നൊരു പ്രൊജക്ഷൻ മാപ്പ് നമുക്ക് കിട്ടുന്നു, such that h is equal to r of p plus z of p, where of r of p and z of p are orthogonal. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഉണ്ട്. പി യെ നമുക്ക് ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കാം. പി ഇസ് ആൻ ഓർത്തോഗണൽ പ്രൊജക്ഷൻ. പി ഒരു പ്രൊജക്ഷൻ മാപ്പാണ്. കൂടാതെ അതിന്റെ റേഞ്ച് സ്പേസ് അതിന്റെ സീറോ സ്പേസിനോട് ഓർത്തോഗണൽ ആണ്. ഒരു പ്രൊജക്ഷൻ മാപ്പിന്റെ റേഞ്ച് സ്പേസ് അതിന്റെ സീറോ സ്പേസിനോട് ഓർത്തോഗണൽ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ആ മാപ്പിനെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ഓർത്തോഗണൽ പ്രൊജക്ഷന്റെ എക്സിസ്റ്റൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് ആ പ്രൊജക്ഷൻ തിയറം എന്ന പേര് വന്നേക്കുന്നത്.